ജയശ്രീയാണ് ചേർത്തലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി അതെ ജയശ്രീ, അതെ അതെ നമ്മുടെ അതെ ഒരു കലാപാരമ്പര്യം, ഇന്ത്യയുടെ കലാപാരമ്പര്യവും കേരളത്തിന്റെ കലാപാരമ്പര്യവും ഒക്കെ കലയ്ക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മതം നോക്കിയല്ല, പാടുന്ന ആളിന്റെയോ എഴുതിയ ആളിന്റെയോ അത് സംഗീതം പകർന്ന ആളിന്റെയോ അതൊക്കെ അല്ലെങ്കിൽ ശരിയാണ് അഭിനയിച്ച സാറ്. ആളുടെയോ ഒന്നും മതം നമ്മൾ നോക്കിയിട്ടില്ല. അതൊക്കെ ഞാനും ഒരു നോക്കണമെന്ന് പറയുന്ന കലാകാരിയാണ്. ഇത്തരക്കാരോട് എന്താണ് പറയാനുള്ളത്? ഞാനും ഒരു കലാകാരിയാണ്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ പിന്നെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ ഒരു മുസ്ലിം പള്ളിയിലോ നമ്മുടെ ഹിന്ദു ഭക്തിഗാനമോ നമ്മുടെ ഹിന്ദു ദൈവങ്ങളെ കുറിച്ചോ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ അവർ അനുവദിക്കുമോ സാർ? എന്താണ് അനുവദിക്കുമോ? ശ്രീമതി ജയശ്രീക്ക് അക്കാര്യത്തിൽ സംശയമുള്ളത്? ഒരുപാട് കേരളത്തിലെ ഇപ്പൊ എത്ര കണ്ടുവരുന്ന ഒരു മിനിറ്റ് കാര്യങ്ങളെല്ലാം ശ്രീമതി ജയശ്രീ, അങ്ങനെയല്ലേ? കേരളത്തിലെ എത്രയോ പള്ളികളുടെ പെരുന്നാളുകളുടെ ഭാഗമായി നടക്കുന്ന ഉത്സവങ്ങൾ തന്നെ, അവിടെ നടക്കുന്ന ഉത്സവങ്ങൾ, ആ അത് ഉത്സവങ്ങളുടെ വളരെ ഭാഗമായി എന്തെല്ലാം കുറച്ചല്ലേ ഉള്ളൂ പരിപാടികൾ സാറേ. നടക്കുന്നു. അവിടെ മിമിക്രി നടക്കുന്നു, മോണോ ആക്ട് നടക്കുന്നു, നാടകം നടക്കുന്നു, ഗാനമേള നടക്കുന്നു. അവിടെയൊക്കെ ഹിന്ദു പാടുന്ന പാട്ടുകൾ അതെല്ലാം ആ മതവുമായി ബന്ധപ്പെട്ടതാണോ? അത് ഉത്സവം ഏത് തീർച്ചയായിട്ടും മതത്തിന്റെ അതെ. ആയിക്കോട്ടെ, ഒരു അത് ഉത്സവത്തിന്റെ ഭാഗമായി പാടുന്ന തീർച്ചയായിട്ടും പാട്ടുകളൊന്നും ആ മതത്തിന്റെ അല്ല. താങ്കൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? അല്ലല്ല, അങ്ങനെ പറഞ്ഞു വരാതെ. ഈ പറയുന്ന നമ്മള് ഹിന്ദുക്കളായിട്ടുള്ളവർ തന്നെയാണ് ഇവർക്കൊക്കെ ഇതുമാതിരിയുള്ള ഇവർക്ക് പ്രചോദനം എന്ന് പറയാൻ കൊടുക്കുന്നത് ആർക്ക് സത്യത്തിൽ. ഏതാണ്ട് ഇപ്പൊ ഹിന്ദുക്കളുടെ ഏതാണ്ട് വല്ല കുത്തക വല്ലോ ആണോ കേരളം? കേരളത്തിനെ അല്ല പറയുന്നത്, നമ്മളുടെ ക്ഷേത്രങ്ങളിൽ കയറി പിന്നെ ഈ അവരുടെ പാട്ട് ഹിന്ദു പാടിക്കണം ക്ഷേത്രങ്ങളിൽ ഇത്ര കയറി അങ്ങനെ നിർബന്ധം ഹിന്ദു തന്നെ. ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും കയറാം. ഹിന്ദു ക്ഷേത്രം എല്ലാവരും ഹിന്ദുവിന്റെ കയറിക്കോട്ടെ, മാത്രമൊന്നും പക്ഷെ അല്ലല്ലോ. ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുവിന്റെ മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും എല്ലാ മതസ്ഥർക്കും കയറാം. അല്ലെ അല്ലെ അത് നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരുടെ പള്ളികളിലൊന്നും നമുക്ക് കയറാനും നമ്മളുടെ ഓരോ തീരുമാനം തരത്തിലും അനുസരിച്ച് ഓരോ അവർക്ക് ഹിന്ദു പെരുമാറാനും ക്ഷേത്രങ്ങൾ പറ്റുമോ? കയറാം. ഗുരുവായൂരിൽ എല്ലാവർക്കും കയറാൻ കഴിയില്ല. സാധാരണ ഉള്ള അല്ലെ ക്ഷേത്രങ്ങളിൽ, അങ്ങനെ ഞാൻ അപ്പൊ ഓച്ചിറയിൽ നിന്നാണ് വരുന്നത്, കയറാവുന്നിടത്തൊക്കെ ഓച്ചിറ കയറി ക്ഷേത്രത്തിൽ ഏത് മേയാന്നാണോ മതസ്ഥനും കയറാം. വിചാരിച്ചേക്കുന്നത്? ഏത് ജാതിയിൽപ്പെട്ടവനും കയറാം. ഇപ്പോഴല്ല, ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും കയറാം. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. അല്ലാതെ അല്ല, മറ്റുള്ളവരെ അകറ്റി അത് ഈ നിർത്തുക എന്നുള്ളതല്ല. പാരമ്പര്യം നമുക്ക് മാത്രമേ ഉള്ളൂ സാറേ. അതാണ് ഞാനും ചോദിക്കുന്നത്. അല്ല, എന്റെ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ ചെയ്താൽ? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് യോജിക്കാനൊക്കെ എന്താ നമ്മളോടില്ലാത്ത യോജിക്കാൻ നമ്മളിതിൽ കഴിയാത്ത കാണിക്കുന്ന പറഞ്ഞോളൂ. ഹിന്ദുക്കളുടെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിലാണെങ്കിലും ശരി, ഇപ്പോഴും നമ്മൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു വഴിപാട് പായസം പോലുള്ള എന്തെങ്കിലും കൊണ്ടുവന്നാൽ കഴിക്കാത്ത ഇഷ്ടം പോലെ ധാരാളം ആൾക്കാരുണ്ട് കഴിക്കുന്ന സാർ ആവശ്യം ഇപ്പോഴും. പോലെ ആളുകളെ അറിയാമല്ലോ. കഴിക്കുന്നവരുണ്ടില്ലെന്ന് പറയുന്നില്ല, നമ്മൾ ആ, അങ്ങനെയുള്ളവരെ തള്ളി പറയുന്നില്ല. ഈ ചെയ്യാൻ ഇപ്പോഴും എന്താ ഈ മന്തിയുടെ കാര്യമൊക്കെ വന്നത്, കടകളിൽ ശ്രീകൃഷ്ണനെ അവഹേളിച്ച കാര്യങ്ങളൊക്കെ എന്ത്, അതിനൊന്നിട്ട് ആരും ചോദിച്ചു? അതിനും നിങ്ങൾ എല്ലാവരും ഈ ചാനലുകാരൊക്കെ വന്നിട്ട് കൊണ്ട് ആങ്കറിങ് ചെയ്യുന്നവരൊക്കെ അവർക്ക് സപ്പോർട്ടായിട്ടാണല്ലോ സംസാരിച്ചത്. ഇപ്പൊ ഈ ആരും വിഷയമല്ല നമ്മൾ നമുക്ക് സംസാരിക്കുന്നത്. ഹിന്ദുക്കൾ ശ്രീമതി ജയശ്രീ, ജയശ്രീയുടെ ഒരു തോന്നലിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഉത്സവം നടത്തുവാണെങ്കിൽ അവിടെ ക്രൈസ്തവ ഭക്തിഗാനം പാടുന്നത് തെറ്റാണോ? ആ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളോടില്ലാത്ത കാര്യങ്ങൾ നമ്മളും ചെയ്യേണ്ട നമ്മളെന്ന് കാര്യമില്ലെന്നല്ലോ. പറയുന്ന ആരാണ്? അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ ഹിന്ദുക്കൾ നാട്ടിലെ ഹിന്ദു നമ്മളെ ക്രൈസ്തവരും എന്നെ മുസ്ലിമിനും പോലെയൊക്കെ ഹിന്ദുവിനും എല്ലാം ഒരേ വിശ്വസിക്കുന്ന അവകാശമല്ലേ ഉള്ളത്? അല്ലാതെ ഏട്ടാ അധിക എന്നെപ്പോലെ അവകാശം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, എന്നെ പോലെ വിശ്വസിക്കുന്ന ആൾക്കാരുള്ളിടത്തോളം കാലം നമ്മളോടില്ലാത്തത് അവർക്കും വേണ്ട ഈ എന്നുള്ളതാണ് എന്റെ നമ്മളെന്ന് പറയുന്ന നിലപാട്. ആരാണ് ജയശ്രീ? ഞാൻ പറഞ്ഞില്ലേ, എന്നെ പോലെ വിശ്വസിക്കുന്ന ആൾക്കാർ ഉള്ളിടത്തോളം കാലം നമ്മളോടില്ലാത്തത് അവർക്കും ഈ വേണ്ടെന്നുള്ള കേരളത്തിന്റെ, അത് അഭിപ്രായക്കാരിയാണ് ഹിന്ദു ഞാൻ. പാരമ്പര്യമല്ല, കേരളത്തിന്റെ പാരമ്പര്യവുമല്ല ജയശ്രീ പറയുന്നത്. എന്റെ കേരളത്തിലെ സാറേ, അങ്ങനെയൊന്നും ഞാനും ഒക്കെ പറയാതെ. ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. ഒരു നാളെ നാട്ടിൽ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം വന്നു കഴിഞ്ഞാൽ അവിടെ കലാപരിപാടികൾ പലതും അവതരിപ്പിക്കും. ആ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം, അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിന്റെ അതിന്റെ മാത്രം, അല്ലെങ്കിൽ ക്രൈസ്തവ പള്ളിയുടെ ഭാഗമാണെങ്കിൽ അവരുടെ മാത്രം, അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ക്രിസ്തീയ പള്ളികളിലും പിന്നെ മുസ്ലിം പള്ളികളിലും പോയി ഹിന്ദുക്കളുടെ ഈ എന്തെങ്കിലും ഒരു പള്ളിക്കകത്തോ അമ്പലത്തിനകത്തോ ആരാധനയുടെ ഭാഗമായി മറ്റേതെങ്കിലും പാടാൻ ആരെങ്കിലും പറഞ്ഞോ? ആരാധനയുടെ ഇല്ലല്ലോ, ഭാഗമായിട്ടല്ല, ആരും എന്തെങ്കിലും പാടിയിട്ടുമില്ലല്ലോ. ഇതൊരു കലാരൂപങ്ങള്, ആഘോഷമല്ലേ? എന്തെങ്കിലും ഒരു പിന്നെ കലാരൂപങ്ങൾ ഹിന്ദുമതത്തിന്റെ വിശ്വാസ രീതി അനുസരിച്ചൊന്ന് ചെന്ന് അതേതാ ഹിന്ദു അവതരിപ്പിക്കാനായിട്ട് മതത്തിന്റെ ആർക്കെങ്കിലും വിശ്വാസ കഴിയുമോ രീതി സാർ? അനുസരിച്ചുള്ള കലാരൂപം? ആ, പള്ളികളിലൊക്കെ പോയി അവതരിപ്പിക്കാനായിട്ട് അവർ ഈ സമ്മതിക്കുമോ? നാടകം ഏത് മതത്തിന്റെ വിശ്വാസ രീതി അനുസരിച്ചുള്ള കലാരൂപമാണ്? നാടകവും അവരുടേതായ രീതിക്ക് മാത്രമാണ് അവരെ പിന്നെ വിളിക്കുന്നതും അവരെ അവതരിപ്പിക്കുന്നതും ഒക്കെ. അല്ലാതെ ഹിന്ദുക്കളുടെ രീതിക്ക് അനുസരിച്ച് ഒരു പള്ളിയിലും അവർ സമ്മതിക്കത്തില്ല സാർ. ഇതൊക്കെ അത് എല്ലാവർക്കും അറിയാവുന്ന ശ്രീമതി കാര്യം. ജയശ്രീ, പിന്നെ ആ ചേർത്തലയിൽ എന്തായാലും പള്ളികളില്ലാത്ത നാടല്ല. ചേർത്തലയിൽ പള്ളികളൊക്കെ ഉള്ള ധാരാളം ഉണ്ട്, നാടാണ്. ആ ധാരാളം ഉണ്ട്. പള്ളികളുടെയൊക്കെ ഉത്സവത്തിന്റെ ഭാഗമായി അവിടെ നടക്കുന്ന കലാപരിപാടികൾ, ഈ സാർ ഗാനമേളയൊക്കെ ഞങ്ങളും പാടുമ്പോൾ ഒക്കെ എല്ലാം ക്രൈസ്തവ ഭക്തിഗാനമാണോ ഗാനമേളയ്ക്ക് പാടുന്നത്? പിന്നെ അല്ലാതെ ഇല്ലെങ്കിൽ പിന്നെ പോയിട്ടുണ്ടോ ഏതെങ്കിലും അങ്ങനെ ഒരു ഉത്സവത്തിന്? ഹിന്ദുവിന്റെ അല്ല, ശ്രീമതി ഭക്തിഗാനം ജയശ്രീ എന്തായാലും ഇതുവരെ ഒരു പോയിട്ടുണ്ടോ? പള്ളികളിലും പാടി ഞങ്ങൾ കേട്ടിട്ടില്ല. ജയശ്രീ ഹിന്ദുവിന്റെ ഇതുവരെ പോയിട്ടുണ്ടോ? ഭക്തിഗാനം പിന്നെ തീർച്ചയായിട്ടും ആ പള്ളികളിൽ ഒരു പോയി ഭക്തിഗാനം പള്ളികളിൽ ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാം ഭക്തിഗാനം മാത്രമേ ഉള്ളൂ? തീർച്ചയായിട്ടും അവരുടെ മതത്തിൻ്റെതായ രീതിക്കോ അല്ലെങ്കിൽ പിന്നെ സിനിമയിലുള്ള പിന്നെ മുസ്ലിമിന്റെ ആണെങ്കിലും ശരി, ക്രിസ്ത്യൻസിന്റെ ആണെങ്കിലും അതുപോലെയുള്ള ഭക്തിഗാനങ്ങളല്ലാതെ പിന്നെ നമ്മുടെ ഹിന്ദുക്കളുടെ ഭക്തിഗാനങ്ങളൊന്നും പാടി ഞാൻ കേട്ടിട്ടില്ല സാർ. ശരി, ഞാനുള്ളതാ ജയശ്രീ പറയുന്നത്. കേട്ടിട്ടില്ലായിരിക്കും, പക്ഷേ ഇല്ല ഇല്ല കേട്ടിട്ടുള്ളവരാണ് ഇല്ല ഇല്ല ഭൂരിപക്ഷം. ഇല്ല, ഒരിടത്തും അങ്ങനെ ഇല്ല, ഒരിടത്തും ഉണ്ടാകാൻ സാധ്യതയില്ല. സാറിനും ശരി, ഒക്കെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ സാറിനൊന്നും സമ്മതിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് എനിക്ക് സമ്മതിക്കാൻ പറ്റുന്നത്, പരമമായ ഞാൻ സത്യം. ജീവിച്ചു വളരുന്ന പരിസരത്ത്
ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഉണ്ട്. അവരുടെയൊക്കെ ഉത്സവത്തിൽ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നതാണ്. അവിടെയൊക്കെ ഏതെങ്കിലും ആരാധനയുടെ ഭാഗമായി നടത്താറില്ല. പക്ഷെ അവിടെയൊക്കെ ഉത്സവമാണെങ്കിൽ ഉത്സവത്തിൽ പാടുന്ന പാട്ടും ഗാനമേളയ്ക്ക് വരുന്ന പാട്ടൊക്കെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പാട്ട് ഇല്ല, മതത്തിന്റെ മാത്രമേ അവര് നമ്മൾ ഹിന്ദുക്കള് എല്ലാരെയും ഉൾക്കൊള്ളുന്നത് പോലെ ഇവരാരും ഉൾക്കൊള്ളത്തില്ല സാർ. നമ്മൾ ഉൾക്കൊള്ളുന്നത് പോലെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന വ്യക്തികൾ ഉൾക്കൊള്ളുന്നത് പോലെ ഒരു മനുഷ്യരും അങ്ങനെ ഉൾക്കൊണ്ടുകൂടെ? ഹിന്ദുക്കളുടെ പാരമ്പര്യം അതാണെങ്കിൽ ഉൾക്കൊണ്ടുകൂടെ? അല്ല, അത് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ നമ്മളെ ഒരു പരിധി കഴിഞ്ഞാലുണ്ടല്ലോ. ഏതാ പരിധി? ഏതാണ് പരിധിയാ? ഇപ്പം കടിക്കാത്ത പട്ടിയുടെ അണ്ണാക്കി കൈയിട്ടാ കടിക്കുമെന്ന് പറയത്തില്ല എന്നതാണ് ഇപ്പോഴത്തെ പരിധി. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഈ നന്ദഗോവിന്ദൻ ഭജൻസിനും അവസരം കിട്ടാതെ വരും. വലിയ ഭീഷണിയാണോ? അവരുടെ പാട്ട് കൊള്ളാമെങ്കിൽ ആളുകൾ അവരുടെ പാട്ടിനെ വിളിക്കും. അവരുടെ പാട്ട് ഇഷ്ടപ്പെട്ട ഇത്രയും കാലം അവരെ ഇഷ്ടപ്പെട്ട് വിളിച്ചവരുണ്ടെങ്കിൽ വിളിക്കും. ഈ ഇഷ്ടപ്പെട്ട് വിളിച്ചവർ തന്നെ ഇനി ഭാവിയിൽ അത് ഇല്ലാതെയാക്കാനും വലിയ താമസമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ. അങ്ങനെ ഇഷ്ടപ്പെട്ട് ആ തരത്തിൽ ഭക്തി കൊണ്ട് മതം കൊണ്ടാണ് നന്ദഗോവിന്ദൻ ഭജൻസിലെ പാട്ട് പാടുന്നവർ അവരെ വിളിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ വിളിക്കാതിരിക്കലാണ് നല്ലത്. അത് അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, ശരി, ഓക്കെ. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ ഒരു ഉത്സവം നടക്കുകയാണെങ്കിൽ ഉത്സവത്തിന്റെ ഭാഗമായി വരുന്ന ആളുകൾ എല്ലാ മതക്കാരും വരും. ആ മതത്തിന് വരുമ്പോൾ അവിടെ പാട്ട് പാടുന്നതിന് ജാതിയും മതവും നോക്കണം എന്ന് പറഞ്ഞാൽ കഴിയുന്നുവോ? നമസ്കാരം കിരൺ സാറേ. നമസ്കാരം സാറേ, ഞാൻ അമ്പലത്തില് ഉത്സവത്തിന് പോകാറുണ്ട്. ശിവരാത്രി അതുപോലുള്ള ഓരോ പരിപാടികൾക്ക് പല അമ്പലത്തിലും പോയിട്ടുണ്ട്. ക്രിസ്ത്യൻസിന്റെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പുതിയ പള്ളികളിലൊക്കെ ഗാനമേള വരുമ്പോൾ അവിടെ പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കോന്നിയിലൊക്കെ കയർമേള അതുപോലുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ അവിടെ ഗാനമേള വരുമ്പോൾ 3 മതങ്ങളുടെ പാട്ടുകളാണ് അവിടെ ചെയ്യുന്നത്. ആദ്യം ഇവര് 3 മതങ്ങളുടെ പാട്ടും പാടും. ക്രിസ്ത്യൻസിന്റെയും പാടും, ഹിന്ദുക്കളെയും പാടും, മുസ്ലിമിന്റെയും പാടും. ഇവിടെ ഇതിനെപ്പറ്റി ഒരു പാട്ടിനെ പറ്റി ഒരു പിന്നെ ഒരു രചന എഴുതിയ ഒരു പഴയൊരു പാട്ടാണ്. സാറിന് അറിയാവുന്ന ഒരു പാട്ട് തന്നെയാണ്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങളാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചത്. മനുഷ്യരും മതങ്ങളും ചേർന്ന് മണ്ണുകൾ പങ്കുവെച്ചു. ഇത് പാടിയത് ദാസേട്ടനാണ്. ദാസേട്ടൻ ഈ പാട്ട് പാടിയ സമയത്ത് ഒരു ഷോയില് TV-ക്കകത്ത് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടി പറയുന്നത്. സുജാത ചേച്ചി ഇത് കണ്ടു, കരഞ്ഞു. ഞങ്ങളെല്ലാം ഇത് കണ്ടു കരഞ്ഞു. കാരണം എന്തുകൊണ്ടാ? അവിടെ മതം നോക്കാറില്ല. ഞാൻ ഈ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ നടത്തിയത്. ഞങ്ങൾ ഓരോ ഹോസ്പിറ്റലില് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. ഭക്ഷണം ഞങ്ങൾ കിടക്കയിൽ എഴുന്നേക്കാൻ വയ്യാത്ത കയ്യും കാലില്ലാത്തവർക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ മതങ്ങൾ നോക്കാറില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.